SIP എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ പൈസക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പൈസ മൾട്ടിപ്ലൈ ആകുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ? അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ, അതായത് ലംസമായിട്ട് ലക്ഷക്കണക്കിന് പൈസ ഒറ്റയടിക്ക് കൊണ്ടിടുവല്ല, മാസം ഇത്ര രൂപ വെച്ച്, ഒരു എക്സാമ്പിൾ എടുക്കാം, 500 രൂപ വെച്ച് ഞാൻ ഒരു മാസം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് എന്റെ സാലറിയിൽ നിന്ന് അത് കട്ടായി പോവാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ കിട്ടുകയല്ല ചെയ്യുന്നത്, ഓരോ യൂണിറ്റുകളാണ് കിട്ടുന്നത്. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇത് ഒരു ബാസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ. ഈ ബാസ്ക്കറ്റിൽ പല പല കമ്പനികളുടെ സ്റ്റോക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇത് HDFC, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഇൻഫോസിസ്, HCL, നെസ്ലെ. ഞാൻ വെറുതെ എക്സാമ്പിളായിട്ട് റാൻഡം കമ്പനികളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ഏത് ടൈപ്പ് മ്യൂച്വൽ ഫണ്ടാണോ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് കമ്പനികൾ മാറാം. സോ ഇതൊരു ബാസ്ക്കറ്റ് ആണ്, അതിനകത്ത് കുറച്ച് കമ്പനികളുണ്ട്. ഓക്കെ, ഈ ഒരു ബാസ്ക്കറ്റിനെയാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ SIPയിലൂടെ പൈസ ഇടുമ്പോൾ ഓരോ യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 500 ഒരു മാസം ചെയ്യുന്ന SIP ആണെന്ന് വിചാരിക്കുക. ഈ ഒരു യൂണിറ്റിന് ഇപ്പോ ഞാൻ 500 ഇടാൻ പോകുന്ന സമയത്ത് 50 രൂപയാണെന്ന് വിചാരിക്കുക. ഈ ഒരു യൂണിറ്റിന്, അതായത് ഈ ഒരു ബാസ്ക്കറ്റിന് ഇതിന്റെ വാല്യൂ 50 രൂപയാണ്. ഞാൻ ഇടുന്നത് 500 രൂപയാണ്. അപ്പൊ നാച്ചുറലി എനിക്ക് 10 യൂണിറ്റ് കിട്ടും. അതായത് ഇതുപോലത്തെ ഈ കമ്പനികളുടെ എല്ലാം സ്റ്റോക്കുള്ള 10 ബാസ്ക്കറ്റ് കിട്ടും. ഇതൊറ്റ ബാസ്ക്കറ്റേ ഉള്ളൂ. ഓക്കെ, ഒരു യൂണിറ്റിന് 50 രൂപ ആയതുകൊണ്ട് എനിക്ക് 10 ബാസ്ക്കറ്റ് കിട്ടും, 10 യൂണിറ്റ് കിട്ടും. നമ്മളിപ്പോ പറഞ്ഞു 50 രൂപയാണ് ഒരു ബാസ്ക്കറ്റിന് ഒരു യൂണിറ്റിന്. അത് ഡെയിലി മാറും. ഇതിന്റെ പെർഫോമൻസ് അനുസരിച്ച് NAV മാറും. അതായത് ഈ ബാസ്ക്കറ്റിന്റെ റേറ്റും മാറും ഓരോ ദിവസം, ഈ സ്റ്റോക്കുകളുടെ റേറ്റ് മാറുന്നതനുസരിച്ച്. അപ്പൊ ഈ ഒരു യൂണിറ്റിന് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 500 ഇട്ടപ്പോൾ ആദ്യത്തെ മാസം 10 യൂണിറ്റ് കിട്ടി. കാരണം ഈ യൂണിറ്റിന് ഒരെണ്ണത്തിന് 50 രൂപയാണ്. അടുത്ത മാസം ഇപ്പോ മാർക്കറ്റ് ഒന്ന് ക്രാഷായി. ഈ സാധനങ്ങളിൽ പലതിന്റെയും പെർഫോമൻസ് കുറഞ്ഞു, വില പല കാരണം കൊണ്ട് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബാസ്ക്കറ്റിന്റെ വിലയും നാച്ചുറൽ ആയിട്ട് കുറഞ്ഞു. 25 രൂപയായി, നേരെ പകുതിയായി. അപ്പൊ നമ്മുടെ 500 രൂപയിലും അത് കാണും. നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, മാർക്കറ്റ് ക്രാഷായി, ഞാനിട്ട പൈസ പോയി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത മാസം നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ക്രാഷായി, പെർഫോമൻസ് കുറഞ്ഞു, ഈ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ബാസ്ക്കറ്റിന്റെ വില കുറഞ്ഞു. നമ്മളപ്പോഴും SIP വഴി ഇടാൻ പോകുന്ന എത്ര? 500 രൂപ. അപ്പോ 25 രൂപ ഇതിന്. അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും? 20 യൂണിറ്റ് കിട്ടും. നമുക്ക് ആദ്യത്തെ മാസം 500 ഇട്ടപ്പോ ഒരെണ്ണത്തിന് 50 രൂപ വെച്ച് 10 യൂണിറ്റേ കിട്ടിയുള്ളൂ. ഈ മാസം മാർക്കറ്റ് താഴത്തേക്ക് പോയതുകൊണ്ട് ഈ യൂണിറ്റിന്റെ വില കുറഞ്ഞു. 500 രൂപയ്ക്ക് നമുക്ക് ഡബിൾ കിട്ടി, ഡബിൾ യൂണിറ്റ് കിട്ടി. ഇതാണ് പലരും മനസ്സിലാക്കാണ്ട് പോണത്. ഇനി അതിന്റെ അടുത്ത മാസം ഇത് ശരിക്കും മാർക്കറ്റ് ശരിക്കും ഒന്നും കൂടി ഹൈ ആയെന്ന് വിചാരിച്ചോ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ആദ്യത്തെ മാസത്തെ 10 യൂണിറ്റും പിന്നത്തെ മാസത്തെ 20 യൂണിറ്റും ഉണ്ട്. ടോട്ടലി 30 യൂണിറ്റും ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ മാസം ഇതിന്റെ എല്ലാത്തിന്റെയും റേറ്റ് ശരിക്കും ഒന്ന് കൂടി നല്ലൊരു എമൗണ്ട് എത്തിന്ന് വിചാരിച്ചോ? അപ്പൊ നമ്മുടെ 30 യൂണിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി. ഈ 30 യൂണിറ്റിന്റെയും എമൗണ്ട് ഒരുമിച്ചാണ് കയറാൻ പോകുന്നത്, മൾട്ടിപ്ലൈ ആവാൻ പോകുന്നത്. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ SIP ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് ഇപ്പൊ ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് നാച്ചുറലി ആവറേജ് ആയിക്കോളും. കാരണം ഒരു മാസം കൂടിയാ ഓക്കെ, കൂടിക്കോട്ടെ. ഇനി ഒരു മാസം താഴത്തോട്ട് പോയാൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. അപ്പോഴും അത് ആവറേജ് ആവും. നമ്മുടെ ബൈയിങ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആവും. സോ SIP ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം.